ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു സെക്ഷനാണ് നമ്മുടെ ITIയുടെ സ്കോപ്പ്, അല്ലെങ്കിൽ ITIയുടെ ജോബ്, അല്ലെങ്കിൽ ITIയുടെ കോളേജസിനെ കുറിച്ചൊക്കെ ഇഷ്ടംമാതിരി നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ 10ാം ക്ലാസ് പാസ്സാവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു +2 സർട്ടിഫിക്കറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് അത് രണ്ടും പഠിച്ച് ഒന്നുകിൽ തത്തുല്യ പരീക്ഷ എന്തെങ്കിലും എഴുതിയിട്ട് രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ITIയുടെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ITIയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക. അതായത് ധാരാളം ഫേക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കേരളത്തിനകത്തുണ്ട്. മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും വല്ല ബസ് സ്റ്റാൻഡുകളിനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുമാതിരി തന്നെ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബുകളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ വേറെ കോളേജുകളിലേക്ക് ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഫീസ് കുറവാണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് ചാടാതിരിക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ITI തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ITI പോലത്തെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു ITI പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ബേസ് ലെവൽ എംപ്ലോയി ആയിട്ടാണ് നമ്മൾ കയറുക. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു വർക്കർ ലെവൽ എംപ്ലോയി ആയിട്ടായിരിക്കും കയറുക. പക്ഷേ കഴിവുള്ള ആൾക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ഉള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കോഴ്സുകളുണ്ട് ITIയുടെ കീഴിൽ വരുന്നത്. അതിലുള്ള ചുരുക്കം ചില കോഴ്സുകളാണ് നമ്മുടെ സിവിൽ ഡ്രാഫ്റ്റ്മാനും അങ്ങനെയുള്ള ജോലികളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഡ്രാഫ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്ലാനും ഡിസൈൻസൊക്കെയാണ്. അത് പണ്ട് കാലത്തൊക്കെ കൈകൊണ്ടും നമ്മുടെ മിനി ഡ്രാഫ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്മെൻറ്റ് വന്നതുകൊണ്ട് പലതും നമ്മൾ കമ്പ്യൂട്ടറിലാണ് വരയ്ക്കുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നല്ല രീതിയിൽ വേണം. പിന്നെ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മാതിരി ഒരു എൻട്രി ലെവൽ ജോബ്, ഈ എൻട്രി ലെവൽ ജോബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെയിൽസിൽ കിട്ടിയെന്ന് വരാം. ഇപ്പോൾ സിവിലൊക്കെ പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിമെൻറ്റ് കമ്പനീസിലൊക്കെ ജോലി കിട്ടിയെന്ന് വരാം. അത്യാവശ്യം നല്ല സാലറി പാക്കേജിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർ ചില സിമെൻറ്റ് ഫാക്ടറീസിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായി കയറിയിട്ട് ഇന്നിപ്പോൾ നല്ല ടോപ്പ് പൊസിഷനിലെത്തിയ എല്ലാ ആൾക്കാരെയൊക്കെ അറിയാം. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ITI പഠിച്ചുകൊണ്ട് ഒരു ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. അത് ഏത് പഠിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നമുക്ക് എന്ത് ജോലിയായിരിക്കും കയറാം. ഇത് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അപ്പം നമുക്ക് എന്താണോ കഴിവ് ആ ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ. എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ കോളേജസ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് അംഗീകാരം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യും ഇത് ITI തന്നെയാണോ എന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നം പറ്റുന്നതാണ്. പിന്നെ അംഗീകാരങ്ങളില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിനെ പറ്റിയിട്ട് തന്നെ നമ്മൾ വേറെയും ചില വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ I ബട്ടണിലൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.